തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. വചനത്തിൽ നിലനിൽക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? കൺസിസ്റ്റൻസി. വചനം പാലിക്കുന്നതിൽ നിലനിൽക്കുക. ഇന്ന് ഞാൻ കർത്താവിൻ്റെ വചനം പാലിച്ചു, നാളെയും പാലിക്കും, മറ്റന്നാളും പാലിക്കും. കർത്താവ് ഉദ്ദേശിച്ച അതല്ല. കർത്താവ് പറയുന്നത് എൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ രക്തം നിങ്ങളെ വിടുവിച്ചെങ്കിൽ, പിതാവുമായിട്ട് നിങ്ങളെ രമ്യതയിലാക്കിയെങ്കിൽ, അതിൻ്റെ പിന്നിലൊരു സ്നേഹമുണ്ട്. അവന് നിങ്ങളോടൊരു വൈകാരികമായ അടുപ്പമുണ്ട്. വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് അന്ധമായി വിശ്വസിക്കുക. കൊടുമ്പാവിയായിരുന്നപ്പോൾ അവൻ്റെ രക്തം നിങ്ങളെ രക്ഷിച്ചെങ്കിൽ, അവനോട് രമ്യതപ്പെട്ട ശേഷം എത്രയധികമായി അവൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി വാദിക്കും. അങ്ങനെയാണ് ഒരുത്തന് കർത്താവിൽ നിലനിൽക്കാൻ കഴിയുന്നത്. ഒരു സ്ഥലത്ത് തീ പിടിക്കുന്നു, തീപിടുത്തം കണ്ടിട്ട് നമുക്ക് വേണം ഓടിപ്പോയി കളയാം. തീപിടുത്തം കണ്ടിട്ട് മറ്റുള്ളവരെ വിളിച്ച കൂട്ടാം, വെള്ളം കോരി ഒഴിച്ച് കിടത്താം. പേടിച്ചിട്ട് തീയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന പോലെയാണ് പാപത്തെയും പ്രശ്നങ്ങളെയും കണ്ടിട്ട് ഒരുത്തൻ കർത്താവിൻ്റെ വചനത്തെ വിട്ടു മാറുന്നത്. കർത്താവ് ഇടപെടുക എന്ന് പറഞ്ഞാൽ ഫയർ എഞ്ചിൻ വരുന്ന പോലെയാണ്. അത് വന്ന് തീ കെടുത്തും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് സ്ഥിരതയും കിട്ടും. യേശുവിൻ്റെ സ്നേഹമാണ് നിങ്ങളെ രക്ഷിച്ചതെങ്കിൽ ആ സ്നേഹം തന്നെ നിങ്ങളെ പുലർത്തും. യേശു കർത്താവ് വഞ്ചിയിൽ കിടന്നുറങ്ങുന്നു. വഞ്ചി മുങ്ങാറായി. ശിഷ്യന്മാർ നിലവിളിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അവിശ്വസിച്ചത്? നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ കിടന്നുറങ്ങി. എന്നെ നിങ്ങൾ വിശ്വസിക്കണ്ടേ? ചില സമയത്ത് അവനൊന്നും മിണ്ടുകയില്ല. നമ്മുടെ കാര്യം അറിയുന്നില്ലെന്ന് തോന്നും, പക്ഷേ അവനെല്ലാം അറിയുന്നു. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വിളിച്ചപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക.